ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പുതിയ ഒരു നീക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. UAE എന്ന് പറയുന്ന രാജ്യത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ അവിടുന്ന് ഇറാനെ തകർക്കാൻ വേണ്ടി എല്ലാവിധ പ്രതിരോധങ്ങളും അല്ലെങ്കിൽ ആക്രമണങ്ങളും അഴിച്ചുവിടുക എന്നതിൻ്റെ ഭാഗമായി $80 മില്യൺ ആയുധ കച്ചവടമാണ് UAEയും അതേപോലെ തന്നെ അമേരിക്കയും കൂടി ഇപ്പോൾ ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായി ആയുധങ്ങളൊക്കെ UAEയുടെ മണ്ണിലേക്ക് എത്തിക്കുമെന്നും അതിനോടനുബന്ധമായി അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായ സൈനികരെയും അമേരിക്ക വിട്ടുകൊടുക്കുമെന്നൊക്കെയാണ് വാർത്ത വന്നിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്നത് ഫുജൈറയിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും കണ്ടിന്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇറാൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു $80 മില്യൺ ഒരായുധ ഇടപാട് ഇപ്പോൾ നടത്തേണ്ടി വന്നത്. അതിൽ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് പ്രതിരോധ സംവിധാനങ്ങളെയാണ്, അഥവാ ഇറാൻ്റെ ഏറ്റവും കൂടുതൽ ബലപ്പെട്ട ഡ്രോണുകളെയും അതുപോലെ തന്നെ മിസൈലുകളെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചിരിക്കുന്നത്. അഥവാ ട്രംപ് സിങ്സ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനൊരു പ്രത്യേക പേരൊക്കെ കൊടുത്തിട്ടാണ് ആ ലെവലിലുള്ള കച്ചവട ഇടപാടിന് വേണ്ടി ഒപ്പുവച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതിൻ്റെ മലയാളം നോക്കാം. UAEയുമായി $80 മില്യൺ ആയുധ കരാറിൽ ഈ അമേരിക്ക ഒപ്പുവെച്ചിരിക്കുന്നു. വാഷിങ്ടൺ റിപ്പോർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാന പങ്കാളിയായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE $80 മില്യൺ പുതിയ ആയുധ ഇടപാടിന് അമേരിക്കൻ ഭരണകൂടം അനുമതി നൽകിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന രീതിക്കായിരുന്നു. ഇനി അങ്ങോട്ടേക്കൊരു യുദ്ധം പോവുകയാണെങ്കിൽ ഇസ്രായേൽ എന്നുള്ളിടത്ത് UAE എന്നുള്ളത് വരികയും അതോടൊപ്പം ഇസ്രായേലിൻ്റെ എന്തൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടോ അതുപോലെ ഈ UAEക്കും പരിക്ക് പറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിന് അത്യാവശ്യം പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നാൽ പുറത്തേക്ക് വരാത്തത് കൊണ്ടാണ് നമുക്ക് അല്പം മാത്രമേ അറിയുള്ളൂ. പക്ഷേ UAEയിൽ അത് സംഭവിക്കുകയാണെങ്കിൽ പുറത്തേക്ക് വരിക മാത്രമല്ല, GCC രാജ്യത്തിൻ്റെ നട്ടെല്ലൊടിക്കുന്ന രൂപത്തിൽ ഇറാൻ അറ്റാക്ക് ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്യും. അത് ഒരിക്കലും തലപൊക്കാൻ പറ്റാത്ത രീതിക്ക് അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ $80 മില്യൺ ഒരായുധ കച്ചവടം കൊണ്ട് ഇറാനെ പ്രതിരോധിക്കാൻ കഴിയുമോ? നമുക്ക് തോന്നുന്നത് അത് കഴിയില്ല എന്നാണ്. കാരണം 5 ഇന പദ്ധതികൾ അഥവാ 5 ഇന ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ ഒരേപോലെ വർക്ക് ചെയ്തത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 5 എണ്ണത്തെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം അവരുടെ ഏറ്റവും വലിയ അത്യാധുനിക റിഫൈനറി അടക്കം തകർത്ത് കളയാൻ 2000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഇസ്രായേലിലുള്ള സംവിധാനങ്ങളൊക്കെ തകർത്ത് കളയാൻ ഇറാന് സാധിച്ചിട്ടുണ്ടെങ്കിൽ മൂക്കും തുമ്പത്തുള്ള UAEയെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം എന്ത് സംവിധാനമാണെങ്കിലും ഇറാന് അതൊക്കെ അടിച്ച് നിലം പരിശാക്കാൻ പറ്റുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്താണെങ്കിലും അവരുടെ തുടർന്ന് അങ്ങോട്ടുള്ള വാർത്ത UAEയുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ലക്ഷ്യങ്ങൾ UAEയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അത്യാധുനിക ആയുധ സാങ്കേതിക വിദ്യ കൈമാറുക, ഇതാണ് ലക്ഷ്യം. എന്തൊക്കെ മറ്റ് കാര്യങ്ങൾ, വിവിധ തരം മിസൈലുകളാണ് അതിൽ ഉൾപ്പെടുന്നത്. പ്രതിരോധ കവചങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അയൺ ഡോം, ആരോ 3, അതേപോലെ തന്നെ ഡേവിഡ് സ്ലിംഗ് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ അനുബന്ധ സൈനിക ഉപകരണങ്ങൾ എന്നിവ ഈ കരാറിൽ ഉണ്ടെന്ന് സൂചന നൽകുന്നു. പ്രാധാന്യം എന്താണെന്നുള്ളത് നോക്കാം. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിനും തങ്ങളുടെ സഖ്യകക്ഷികളെ സഹായിക്കുന്നതിനുമായിട്ടുള്ള അമേരിക്കയുടെ നയത്തിൻ്റെ ഭാഗമായി ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അഥവാ നമ്മുടെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന ഏതൊരു രാജ്യത്തിനും അവരെ എന്തെങ്കിലും അപകടത്തിലാകുമ്പം രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അമേരിക്കയ്ക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് $80 മില്യൺ ആയുധ കച്ചവടം ഇടപാട് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വെറുതെ കൊടുക്കുകയല്ല, ഞങ്ങളാളാ എന്ന് കരുതിയിട്ട് വെറുതെ കൊണ്ടുവന്നിട്ട് പ്രതിരോധം തീർത്ത് ആ രാജ്യത്തെ സംരക്ഷിക്കുക എന്ന രീതിയൊന്നുമല്ല. ആയുധ കച്ചവടമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ UAE കറക്റ്റായിട്ട് അമേരിക്കയുടെ ട്രാപ്പിൽ വീണിട്ടുണ്ട്. 2026 തുടക്കത്തിൽ നൂതന പ്രതിരോധ സംവിധാനങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളറിൻ്റെ മറ്റ് ചില ഇടപാടുകളും UAE US-ഉമായി ചർച്ചകളിൽ ഇടപെട്ടിരുന്നു. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ലഭ്യമാകുന്നതോടെ UAEയുടെ വ്യോമ സുരക്ഷാ മേഖല കൂടുതൽ കരുത്താർജിക്കാനും ഇറാനെ പ്രതിരോധിക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രാദേശികമായ അസ്ഥിരതകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കരാർ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും സഹായിക്കുമെന്നതിൽ തർക്കമില്ല. $80 മില്യൺ അമേരിക്ക അടിച്ചുകൊണ്ട് പോയി. ഇനി ഇറാൻ്റെ ഇവിടെ നിന്ന് വരുന്ന മിസൈൽ
മാക്ക് 13 മാക്ക് 14 ഒക്കെ ആയിട്ട് ശബ്ദതരംഗത്തിൻ്റെ 9 ഇരട്ടിയും 14 ഇരട്ടിയൊക്കെ വരുന്ന ആ മിസൈൽ വേഗതയെ ഈ സംവിധാനങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ആ സമയം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അതുവരെ ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി അടയിരുന്ന് സ്വന്തമായിട്ട് അങ്ങനെ ആലോചിച്ച് മുന്നോട്ട് പോകാം. UAE സംബന്ധിച്ചിടത്തോളം എപ്സ്റ്റീൻ ഫയലിൽ പെട്ടതാണെന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് തന്നെ UAE എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് അമേരിക്ക തീരുമാനിക്കണം. അമേരിക്ക എന്താണോ പറയുന്നത് അതേ UAE ചെയ്യുള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞങ്ങൾ പുതിയൊരു സംവിധാനവും പുതിയൊരു കവചവും ഞങ്ങൾ ഒരുക്കി തരാം, ഇത്ര രൂപ തന്നാൽ മതിയെന്ന് അമേരിക്ക ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായേക്കാം. അതുകൊണ്ടാണ് ഈ $80 മില്യൺ ഒരു ഡീല് ഇവർക്കിടയിൽ നടക്കുന്നത്. ആരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്? അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി ഇറാനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താണ്. ഈ ഒരു ഡീലിങ് എത്രമേൽ അപ്രമാദിത്വമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇസ്രായേലിന് മറന്നുകൊണ്ട് സഹായിച്ച അമേരിക്കയുടെ ആയുധങ്ങൾ ഒരു വേല ചെയ്യാത്ത വേസ്റ്റായി പോയിട്ടുള്ള ആ ആയുധങ്ങളാണ്, അവരെ കാക്കാൻ കഴിയാത്ത ആയുധങ്ങളാണ് UAE കാക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി വെച്ച് അവിടെ പിടിപ്പിച്ചു കൊടുക്കുന്നത്. അതാണെങ്കിൽ തൊണ്ട തൊടാതെ അംഗീകരിക്കുകയും വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു അറബി സമൂഹം. ഇനി എങ്ങാനും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ $80 മില്യൺ ആയുധങ്ങളൊക്കെ ഇറാൻ്റെ മേലിൽ പ്രയോഗിക്കുക എന്നതാണല്ലോ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം. അത് ഇറാനും കൂടി അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വളരെ കണ്ണിങ്ങായിട്ടുള്ള ഒറ്റടിക്കെല്ലാം തീർക്കാൻ പറ്റുന്ന ഒരു രീതിക്കായിരിക്കും ഒരുപക്ഷെ ഇനി ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ UAEയുടെ മണ്ണിലേക്ക് പെയ്തിറങ്ങുക. കാരണം ഇവരെ ചാരമാക്കാൻ വേണ്ടി അമേരിക്ക മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. പക്ഷേ ആ തന്ത്രം സത്യത്തിൽ GCC രാജ്യമായി UAEക്ക് തന്നെ പാരയാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇവരെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്, അഥവാ ഇറാനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള തുറകളിൽ നിന്ന് വരുന്ന വാർത്തകളും ആർട്ടിക്കിളും സൂചിപ്പിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ടൊരു വസ്തുതയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മറന്നുകൊണ്ട് കൃത്യമായ എല്ലാ ചടുലമായ പ്രക്രിയകളും നീക്കിക്കൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച അമേരിക്ക അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. അതേ അമേരിക്കയുടെ ആയുധം തന്നെയാണ് UAEയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അവിടെ പരാജയപ്പെട്ട ആയുധം ഒരിക്കലും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ 2000 കിലോമീറ്റർ പോകേണ്ടിയിരുന്നു, ഇവിടെ 2000 കിലോമീറ്റർ പോകേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ഖറം ഷഹർ എന്ന് പറയുന്നതൊക്കെ ഇമ വെട്ടുന്നതിന് മുമ്പായിട്ട് UAE രാജ്യത്തിൻ്റെ വളരെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കായിട്ടുള്ള പ്ലേസുകളിൽ വന്നിട്ട് അറ്റാക്ക് ആവുകയും അവിടെ റഡാറിന് പോലും പിടിക്കാൻ പറ്റാതെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ UAE ഏറ്റെടുക്കേണ്ടി വരികയും അതോടൊപ്പം UAE തകിട് പൊടിയാവുകയും ചെയ്യും. അതിൻ്റെ കൂടെ അമേരിക്ക ആ ഭരണം അവിടെ പിടിച്ചെടുത്ത് അമേരിക്ക നേരിട്ട് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇതിലൂടെ നടത്തുന്നുണ്ടോ, ഹിഡൻ അജണ്ട അങ്ങനെയാണോ എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. എന്താണെങ്കിലും $80 മില്യൺ ആയുധം എന്തെങ്കിലും അവർക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോയിൽ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.